സുഹൃത്തുക്കളെ, ശാന്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി നാം കരുതുന്ന പക്ഷി യഥാർത്ഥത്തിൽ ഒരു കോൾഡ് ബ്ലഡഡ് കില്ലർ കൂടിയായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ കുറിച്ചാണ്. മയിലിനെ കണ്ട കവികൾ പലപ്പോഴും കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊരു നാഗരാജാവായ മൂർഖനോട് ചോദിക്കുകയാണെങ്കിൽ അവന് മയിലൊരു യമരാജനിൽ കുറഞ്ഞ ഒന്നുമല്ല. ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ നാഷണൽ ജിയോഗ്രാഫിന്റെ ക്യാമറയ്ക്ക് പോലും അപൂർവമായി മാത്രം പകർത്തിയെടുക്കാൻ കഴിയുന്ന മയിലിന്റെ ആ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. വരൂ, ഈ ആവേശകരമായ യാത്രയിലേക്ക് പോകാം. മയിലും പാമ്പും തമ്മിലുള്ള ശത്രുത വെറും ഒരു വിശപ്പിന്റെ കഥ മാത്രമല്ല, ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. മയിലൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഹണ്ടർ കൂടിയാണ്, അതായത് അവസരത്തിനൊത്ത് വേട്ടയാടുന്ന പക്ഷി. അവന് എന്ത് കിട്ടിയാലും അവൻ തിന്നും. പാമ്പ് പ്രോട്ടീന്റെ വളരെ വലിയൊരു സ്രോതസ്സാണ്, അതുകൊണ്ട് മയിൽ അതിനെ വെറുതെ വിടാറില്ല. പെൺമയിൽ തന്റെ മുട്ടകൾ നിലത്തോ പുൽക്കാടുകൾക്ക് പിന്നിലോ ആണ് ഇടാറുള്ളത്. പാമ്പുകൾ പലപ്പോഴും ഈ മുട്ടകൾ തിരഞ്ഞ് അവിടെ എത്താറുണ്ട്. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ പ്രിവെന്റീവ് സ്ട്രൈക്ക് നടത്തുന്നു, അതായത് പാമ്പ് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഇല്ലാതാക്കുന്നു. മയിലുകൾ വളരെ പൊസസീവായ പക്ഷികളാണ്. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഇഴജന്തുക്കളെ കണ്ടാൽ അവയ്ക്ക് സഹിക്കാൻ കഴിയില്ല. പാമ്പിന്റെ പക്കൽ വിഷമുണ്ട്, എന്നാൽ മയിലിന്റെ പക്കൽ എന്താണുള്ളത്? മയിൽ പാമ്പിനെ കാണുമ്പോൾ തന്റെ പീലി വിടർത്തുന്നു. തന്റെ മുന്നിൽ വളരെ വലിയൊരു ജീവിയാണുള്ളത് എന്ന് പാമ്പിനെ തോന്നിപ്പിക്കുന്നു. എവിടെയാണ് ആക്രമിക്കേണ്ടത് എന്ന് അറിയാതെ ആ പാമ്പ് കൺഫ്യൂസ് ആയി പോകുന്നു. എന്നാൽ മയിൽ നേരിട്ട് നിലത്തുനിന്ന് പോരാടുന്നു. മയിൽ ഇടയ്ക്കിടെ വായുവിൽ ഉയർന്നു ചാടുകയും തന്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് പാമ്പിന്റെ നട്ടെല്ലിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. പാമ്പിന്റെ ശക്തി അതിന്റെ തലയാണ് എന്ന് മയിലിന് അറിയാം. അതുകൊണ്ട് അത് പാമ്പിന്റെ തലയിൽ ഇരുമ്പ് പോലെയുള്ള ശക്തമായ കൊക്കുകൊണ്ട് നേരിട്ട് പാമ്പിന്റെ തലച്ചോറിൽ കൊത്തിമുറിക്കുന്നു. ഇനി ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് വരാം. പാമ്പ് തിരിച്ചു മയിലിനെ കടിച്ചാൽ എന്ത് സംഭവിക്കും? നോക്കൂ, ശാസ്ത്രീയമായി മയിലിന്റെ രക്തത്തിൽ പാമ്പിന്റെ വിഷത്തിനെതിരെ പ്രകൃതിദത്തമായ പ്രതിരോധ ശേഷിയൊന്നുമില്ല. എന്നാൽ പ്രകൃതി മയിലിന് ഫിസിക്സിന്റെ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. മയിലിന്റെ കാലുകൾ വളരെ കടുപ്പമേറിയതാണ്. അതിൽ കട്ടിയുള്ള ഒരു പാളിയുണ്ട്. പാമ്പിന്റെ പല്ലുകൾക്ക് അത് എളുപ്പത്തിൽ തുളച്ചു കയറാൻ കഴിയില്ല. ഇതുകൂടാതെ മയിലിന്റെ സാന്ദ്രതയേറിയ നീളമുള്ള പീലികൾ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലെ പ്രവർത്തിക്കുന്നു. പാമ്പ് ആക്രമിക്കുമ്പോൾ അതിന് പീലികൾ മാത്രമേ കടിക്കാൻ കഴിയൂ. വിഷത്തിന് മയിലിന്റെ ശരീരത്തിലേക്ക് എത്താൻ സാധിക്കാറില്ല. മയിൽ പാമ്പിനെ മാത്രമല്ല, തേൾ, എലി, പല്ലി എന്നിവയെ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നു. കർഷകർക്ക് മയിലിനെ വളരെ ഇഷ്ടമാണ്, കാരണം അവ വിളകൾ നശിപ്പിക്കുന്ന പ്രാണികളെ പാടത്തുനിന്ന് തുടർത്തുന്നു. എന്നാൽ രസകരമായ കാര്യം എന്തെന്നാൽ പാമ്പിനെ തിന്നതിനു ശേഷം മയിൽ അസ്ഥികൾ ഉൾപ്പെടെ അതിനെ പൂർണ്ണമായി ദഹിപ്പിക്കുന്നു. വരൂ, ഇനി കുറച്ച് മൈൻഡ് ബ്ലോയിങ് ഫാക്ടുകൾ കൊണ്ട് നമ്മുടെ അറിവിനെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാം. പുരാണങ്ങൾ അനുസരിച്ച് മയിൽ പാമ്പുകളെ തിന്നുന്നത് കൊണ്ടാണ് അതിന്റെ കഴുത്തിന് നീല നിറമായത്. എന്നാൽ ഇതൊരു സ്ട്രക്ചറൽ കളറേഷൻ കാരണമാണ് എന്ന് ശാസ്ത്രം പറയുന്നു. മയിലിന്റെ കണ്ണീർ കുടിച്ചാണ് പെൺമയിൽ ഗർഭിണിയാകുന്നത് എന്ന് ഒരു വലിയൊരു നുണ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഇത് തികച്ചും തെറ്റാണ്. മയിലുകളും മറ്റു പക്ഷികളെ പോലെ തന്നെയാണ് ബന്ധപ്പെടുന്നത്. മയിൽ ഭാരമേറിയതാണെങ്കിലും മണിക്കൂറിൽ 14 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയും. കാട്ടുമയിലുകൾക്ക് ഏകദേശം 10 മുതൽ 20 വർഷം വരെ ജീവിക്കുന്നു. മയിൽ നിലത്താണ് ജീവിക്കുന്നത് എങ്കിലും രാത്രി മരക്കൊമ്പുകളിലാണ് ഉറങ്ങുന്നത്. വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി ഏറ്റവും ഉയരമുള്ള മരക്കൊമ്പിലാണ് പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും വെള്ളമയിലിനെ കണ്ടിട്ടുണ്ടോ? അത് വേറൊരു സ്പീഷീസ് അല്ല, മറിച്ച് ജനറ്റിക് മാറ്റം കാരണമാണ് അവയ്ക്ക് വെള്ള നിറമാകുന്നത്. കാട്ടിൽ സിംഹമോ കടുവയോ ഇറങ്ങിയാൽ മയിലാണ് ആദ്യം ശബ്ദമുണ്ടാക്കി കാടിന് മുഴുവൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യക്ക് പുറമെ മ്യാൻമാറിന്റെയും ദേശീയ പക്ഷി മയിൽ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, മയിൽ ഒരു മനോഹരമായ പക്ഷി മാത്രമല്ല, ധീരനായ ഒരു യോദ്ധാവും കൂടിയാണ്. പ്രകൃതി അതിനെ എത്രത്തോളം മനോഹരമാക്കിയോ അത്രത്തോളം ശക്തവുമാക്കിയിട്ടുണ്ട്. നിങ്ങളും എപ്പോഴെങ്കിലും മയിലിനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുമോ? എങ്കിൽ താഴെ കമന്റ് തീർച്ചയായും ചെയ്യുക. ഇതുപോലെയുള്ള രസകരമായ വീഡിയോസ് ഇനി ഭാവിയിൽ കാണാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആൾക്കാരിൽ 99% പേരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ ഫ്രീ ആണ്, സൗജന്യമാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു രസകരമായ വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.